ഹായ് അസ്സലാമു അലൈക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റോട് കൂടിയ നല്ലൊരു ചിക്കൻ മുളക് വരട്ടുണ്ടാക്കിയാലോ. അപ്പോൾ ഇതാക്കണം, നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ മുളക് വരട്ട് നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും പത്തിരിക്കും എല്ലാത്തിൻ്റെയും കൂടി നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നല്ലോണം ചൂടായ തളിച്ച വെള്ളം തന്നെ ആയിക്കോട്ടെ ഒന്ന് ഒഴിച്ച് കൊടുത്തെങ്ങാൻ ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെങ്ങാൻ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നല്ല തളിച്ച വെള്ളം പാർന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഒന്ന് പൊതിർന്ന് കിട്ടും കേട്ടോ, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെങ്ങാൻ ഞാൻ ഇതിലുള്ള വെള്ളം തന്നെ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ തളിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തില്ലല്ലോ, ആ വെള്ളം തന്നെ ഒഴിച്ചെങ്ങാൻ നല്ലോണം ഈ പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ തളിച്ച വെള്ളമൊക്കെ ആണെങ്കിലും ചൂടുവെള്ളമാണെങ്കിലൊക്കെ നല്ലോണം അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ടിയ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടുങ്ങാൻ ഒന്ന് പുരട്ടി കൊടുക്കുക, പൊടികളും ഉപ്പും ഒക്കെ ഇട്ടുങ്ങാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അരച്ച് വെച്ച മുളകിൻ്റെ പേസ്റ്റ് 2-2.5 സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലോണം കുഴച്ചിങ്ങാൻ ഒരുപാട് സമയം അടിച്ച് വെച്ച് ഒന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയം അത്ര മാത്രം വെച്ചാൽ മതി. അപ്പോൾ അതാക്കണേ, നമ്മൾ ചിക്കൻ മുളക് വരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഞാനൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ നല്ലോണം പൊരിച്ച് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചട്ടിയിൽ കിട്ടുക നല്ലോണം ഒന്ന് എണ്ണയിട്ടിങ്ങാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നല്ലോണം ചൂടായിക്കോട്ടെ. അപ്പോൾ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഒന്ന് മറിച്ചും ചിപ്സിട്ട് വെച്ചാൽ മതി കേട്ടോ. മറിച്ചും ചിപ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാക്കണം, ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെങ്ങാൻ ഈ രീതിയിലായാൽ പിന്നെ ഇതിലേക്ക് 2 വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 വലിയ കായ് തക്കാളി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച് കാശ്മീരി മുളകില്ല അതിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അരച്ച് വെച്ച മുളക് മുഴുവൻ അങ്ങനെ വാരി കോരി ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ കേട്ടോ നല്ല എരിവുണ്ടാവില്ലേന്ന്. അപ്പോൾ ഇതിന് എരിവില്ല കേട്ടോ, അത് കാശ്മീരി മുളകാണല്ലോ. അപ്പോൾ എരിവുള്ള മുളകും പൊടി തീരെ ഇതിനിട്ടിട്ടില്ല കേട്ടോ. 2 പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ, ഇതിന് പിന്നെ വല്ലാണ്ട് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കാശ്മീരി മുളകിൻ്റെ പേസ്റ്റ് തന്നെ അതിനെ കൊണ്ട് എരിവില്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവും മുയിപ്പും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ തീരെ മുളകും പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കന് പെട്ടുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നോക്കിയിട്ടൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുങ്ങാൻ ഞാനൊരു 2-3 മിനിറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാക്കണം, അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് തീരെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ലേ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇങ്ങനെയാണ് കേട്ടോ വേണ്ടിയത് വരട്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതാക്കണം, ഒരു 5 മിനിറ്റും കൂടി പിന്നെ അടിച്ച് വെച്ചതിന് ശേഷം ഇത് ബോണായി കിട്ടിയിരിക്കും കേട്ടോ. അതാക്കണം, അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. തക്കാളിൻ്റെ ഉള്ളിൻ്റെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ തുള്ളി വെള്ളം ഒഴിക്കേണ്ട, ഇങ്ങനെ തന്നെ മതി നമുക്ക് ചപ്പാത്തിക്ക് ചോറിന് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ലേസും കൂടി ഇട്ടോളൂ കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ട് ഞാൻ കുറച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പൊക്കെ എത്ര ഉണ്ടെങ്കിൽ കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പൊക്കെ വാരിക്കോരി ഇട്ട് കൊടുക്കാം, അതൊന്നും കുറക്കണ്ട. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇതുപോലെ ആയിക്കോട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ചപ്പാത്തിക്കും പത്തിരിക്കും പൊറോട്ടക്കും പൂരിക്കും നെയ്ച്ചോറിനും ഏതിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റോട് കൂടിയ ചിക്കൻ മുളക് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.